നമ്മളങ്ങനെ 6 കണക്ഷൻ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പിനെ കട്ട് ചെയ്തിട്ടാണ്, ഈ കിടക്കുന്ന പൈപ്പിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇടയിൽ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ 6 പൈപ്പ് അല്ല 6 എണ്ണം മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 എണ്ണം, ഇവിടെ മുകളിൽ അല്ല ഇവിടെ 3 എണ്ണം, അവിടെ മുകളിൽ 3 എണ്ണം അല്ല. ഇപ്പോൾ ഈ പുറം നമ്മൾ ഓസ് വെച്ചിട്ട് എല്ലായിടത്തും കൂടി നനയ്ക്കാൻ പറ്റും. എല്ലാറ്റിനും വെള്ളം ഉണ്ടാവുന്നതല്ല. സംഗതി വിജയിച്ചേ. ഇന്ന് ഞാൻ ദാസേട്ടൻ്റെ പാടത്താണ്. ഇന്ന് വർക്കുള്ളത് നമ്മൾ വെള്ളം അടിക്കാനുള്ളത്, അതായത് കവുങ്ങ് നനയ്ക്കാനുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പ്രിങ്ക്ലർ ഉണ്ട് എങ്കിൽ കൂടി അത് എല്ലായിടത്തും വെള്ളം എത്താത്തതുകൊണ്ട് നമ്മൾ ഇടയിൽ പൈപ്പിട്ടയിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുകയാണ്. ഉണ്ടല്ലേ, ഇതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ അത്യാവശ്യം പ്ലംബിങ്ങും വയറിങ്ങൊക്കെ അറിയാവുന്നത് കൊണ്ട് തരികട പണിയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പണി ചെയ്യാനുള്ള മനസ്സാണ് പ്രധാനം. നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പണിയും പഠിച്ചെടുക്കാം, എന്ത് പണിയിലൂടെ നമുക്ക് ജീവിക്കാം. ഇപ്പോൾ ഞാൻ ഏത് പണി എടുത്തിട്ടാണെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. ഇപ്പോൾ പ്ലംബിങ് ആയിക്കോട്ടെ, വയറിങ് ആയിക്കോട്ടെ, തോട്ടം കള ആയിക്കോട്ടെ, അല്ലെങ്കിൽ മരം കാറ്റായിക്കോട്ടെ, ഞാൻ അതല്ലെങ്കിൽ പാടിയിട്ടായിക്കോട്ടെ, കന്ന് കൂട്ടിയിട്ടായിക്കോട്ടെ, വേലി കെട്ടിയിട്ട്, ഏതിലും 10 രൂപ നമുക്ക് ഉണ്ടാക്കും. അതൊരു ദൈവം തന്ന അനുഗ്രഹമാണ്. എന്തും കണ്ട് പഠിക്കുക, മനസ്സിലാക്കിയെടുക്കുക, അതുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ദൈവം ഏറ്റവും തന്ന വലിയൊരു അനുഗ്രഹം അതാണ്. എനിക്ക് എന്ത് കണ്ടാലും പെട്ടെന്ന് പഠിക്കും. 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അതെന്താ ചെയ്യണത്, എങ്ങനെ ചെയ്യണത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മനസ്സിലുള്ള ഐഡിയകൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഗുണം എന്ന് പറയാം. പഠിക്കാൻ മിടുക്കനായിരുന്നില്ല ഞാൻ. പഠിക്കുന്ന കാലത്ത് തിരുമണ്ടനായിരുന്നു. പക്ഷേ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ അന്നും ഇന്നും ഉഷാറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ, നമുക്ക് ജീവിക്കണം, അത് മാന്യമായിട്ട് എന്ത് തൊഴിലെടുത്തിട്ടും ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ദാസേട്ടൻ്റെ ഇവിടെ വെള്ളം സ്പ്രിങ്ക്ലർ വെച്ചിട്ട് വെള്ളം ശരിയായി എല്ലാ കവുങ്ങിലും എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇടയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വാൾവൊക്കെ വെച്ച് നമ്മൾ ഓസിട്ട് നനയ്ക്കുക എന്നുള്ളത്. അപ്പോൾ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ഓരോന്നും അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഈ താഴെ പാടത്ത് മാത്രം ഒരു 4 കണക്ഷൻ വരും, മുകളിൽ ഒരു 6 എണ്ണോ അല്ല 2 എണ്ണോ. അത് നമ്മളിപ്പോൾ 1 ആണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത സാധനങ്ങൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്ത് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുന്ന് നാശമായി കഴിഞ്ഞാൽ മോശമല്ലേ, പൈസ ഒരുപാടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തിരിച്ചെടുക്കാവുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് മാത്രമേ തിരിച്ചെടുക്കാത്തുള്ളൂ, ബാക്കിയെല്ലാം തിരിച്ചെടുക്കും വരും. നമുക്കത് വിജയിക്കുമല്ലോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനിപ്പോൾ ദാസേട്ടനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് മോട്ടോർ പെരടവിടേക്ക്. അദ്ദേഹം മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ചെയ്യുമോ അറിയാതെ എങ്ങനെ വർക്ക് ചെയ്യും, ഇത് അടന്നു പോവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ശരിയാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 6 കണക്ഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ വർഷം വേനൽക്കാലത്ത് എല്ലാത്തിൻ്റെയും ചുവട് സ്പ്രിങ്ക്ലർ കൂടാതെ തന്നെ നനയ്ക്കാൻ പറ്റും. ഒന്നായി നനയുണ്ടല്ലേ, പൊത്തുമ്പോൾ പ്രശ്നം വരും, അല്ലാതെ നമ്മളെ സുരച്ചേച്ചി നനച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ പരീക്ഷണം വിജയിച്ചു എന്ന് പറയാം. വരണല്ലോ, നമ്മൾ എല്ലാ അത്യാവശ്യം ചെയ്യുന്ന ആളുകൾ അറിയട്ടെ. ഇപ്പോൾ നനഗംഭീരമായി സ്പ്രിങ്ക്ലർ ആകുമ്പോൾ എവിടെ നനയുക, ഇതിൻ്റെ ചുവട്ടിൽ എവിടെയും നനയില്ല. 2 സെക്കൻഡ് കളിച്ചാൽ ഇപ്പോൾ തന്നെ വെള്ളമായി കണ്ട. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നനയ്ക്കുക, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. മറ്റത് ദിവസം നനച്ച് പോവുകയാണെങ്കിൽ, ഓരോ ഭാഗം നനച്ച് പോവുകയാണെങ്കിൽ അത്രയും നമുക്ക് എല്ലാ ദിവസവും വരേണ്ടി വരും. നേരെ വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരു ഭാഗം മൊത്തം നനച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മുകളിൽ നനച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ സ്പ്രിങ് എന്നെ എന്താ മടങ്ങിയ വെള്ളം കമ്മി അല്ലല്ലേ. ഈ ഇതിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. എന്താ അറിയാം, കറക്റ്റ് ലൈനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചുറ്റും. അപ്പോൾ എവിടെയാണോ നമ്മുടെ പൈപ്പ് മറ്റേ കണക്ഷൻ കിടക്കുന്ന ആ കണക്ഷൻ്റെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോവുക. അങ്ങനെ പോയിട്ട് ഇവിടുന്ന് നനച്ച് വരിക. അടുത്ത് കിടക്കുമ്പോഴും അതേപോലെ
സെൻറ്ററിൽ നിന്ന് എപ്പോഴും എടുക്കുക. എന്നാൽ പൈപ്പ് മടങ്ങൂല, നമുക്ക് വലിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ആ അത് മറ്റേ പറ്റില്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇത് സ്മൂത്താണ് സാധനം. അവിടെ സ്പ്രിങ്ക്ലർ ഇട്ടിട്ടുണ്ടല്ലേ മുകളിൽ? എത്ര 3 വർക്കിനുള്ളൂ? ആ ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവിടെ ഇപ്പോൾ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, 2-3 അതിലൊക്കെ ഇട്ട് നനയ്ക്കേ. അല്ല അങ്ങനെ വേണമെന്നുണ്ടല്ലോ, 2-3 കണക്ഷൻ അവിടെ ഉണ്ടല്ലോ, അവിടെ ഇട്ട് നനയ്ക്കാമല്ലോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അറിയാം. ആ ആ ആ അതെ. ഇപ്പം അങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട്, മറ്റത് സ്പ്രിങ്ക്ലർ എത്തില്ല. വല്ലാതെ പിടിക്കണ്ട, വല്ലാതെ പിടിക്കുമ്പോൾ അവിടെ കണ്ട് പോരും. ആദ്യം എപ്പോഴും ചേച്ചി മോട്ടർ ഓണാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പൈപ്പ് ഇതാക്കുമ്പോൾ ആദ്യം കുറച്ച് പൊക്കുക, പിന്നെ ആ ഇവിടുന്ന് തുറന്നിട്ട് പോവുക. എന്നിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ നനയ്ക്കണ സമയത്ത് കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക. മറ്റേ ഒറ്റയടിക്ക് നമ്മൾ അങ്ങോട്ട് വന്നിട്ട് തുറന്നു വിചാരിച്ചോളൂ, അങ്ങോട്ട് തെറിക്കും. പിന്നെ നിങ്ങൾക്ക് അത് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, വെള്ളം മേൽ കൂടെ വന്നിട്ട്. ആദ്യം ഇവിടെ തുറന്നിട്ട് കുറച്ച് തുറന്നിട്ട് ഒരു 1/4 ഭാഗം തുറന്നിട്ട് പോവാം. 1/4 ഭാഗം തുറന്നിട്ട് പോവാം. ഒരു ഇതിൻ്റെ കവുങ്ങിൻ്റെ വീട്ടിൽ കിട്ടാൽ വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം വെള്ളം പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി കൂട്ടി വയ്ക്കുക. 2 ഒരുമിച്ച് നനച്ചോളൂ. ഒരു ചാലിൽ കയറി 2 ഒരുമിച്ച് നനയ്ക്ക്. എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിച്ചു. എന്നാൽ ശരി, ഞാൻ എൻ്റെ പണികൾ നോക്കട്ടെ. ഇന്നത്തെ പണി കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചെയ്തു വെച്ച സാധനം. ഇതിൽ നമ്മൾ പൈപ്പിൻ്റെ ഹോസിൻ്റെ കണക്ഷൻ കൊടുക്കും. അവരവിടെ തല്ലുകൂടി കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പണികൾ നോക്കട്ടെ, വേറെയും പണികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പറയുക, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ഇവിടെ മീനുണ്ട്, കൈ കൊണ്ട് പോയി, എന്നാലും വെറുതെ ഒതുങ്ങിയിരിക്കില്ല. ഇതാ കെട്ടിയോളാണ് മാലാഖ. അതെ, ശൈലജ ഇവിടെ പണിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പണികൾ നോക്കട്ടെ. എനിക്ക് വയ്യ കാരണം എന്നോട് നല്ല ഭംഗിയുള്ള തോട്ടമാണല്ലേ, നമ്മുടെ ശുശ്രൂഷയുണ്ട്. തൈകളാണ് 10 അടി ആയിട്ടേ വന്നിട്ടുള്ളൂ ഓരോ തൈകളും. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ ഒരു സന്തോഷം ഒന്ന്, രണ്ടാമത് ഈ കൃഷിയും കാര്യങ്ങളും നാടൻ പണികളും അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കാണണം, നിങ്ങൾ സന്തോഷിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ പേജ് ഫോളോ ചെയ്യാം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ സാധാരണക്കാരാണ്. പേരുണ്ട്, നാരായണ പുലാപ്പറ്റ എന്നുള്ളൊരു പേരുണ്ടെന്നല്ലാതെ ഒരു കലാകാരൻ എന്നുള്ള അറിയപ്പെടുന്നുണ്ടെന്നല്ലാതെ അതിലപ്പുറത്തേക്ക് നമ്മളൊന്നും വളർന്നിട്ടില്ല. സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടൊക്കെ നമ്മളിപ്പോഴും ഒരു താഴ്ന്നല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സ്നേഹിക്കാനൊക്കെ കഴിയുന്നത്. ഇത്തരം പണികളൊക്കെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ ചെയ്യാറും. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കൂലിപ്പണിയൊക്കെ എടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.